ഭൂമിയിൽ ഒരു മരം മുറിച്ചു മാറ്റപ്പെടുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങൾ പ്രകമ്പനം കൊള്ളുമെന്നാണ് കാവ്യഭാഷ്യം. അങ്ങനെയെങ്കിൽ ആമസോണിൽ ഹെക്ടർ കണക്കിന് സ്ഥലം അഗ്നി വിഴുങ്ങിയപ്പോൾ നക്ഷത്രങ്ങൾ കൂട്ടമായി കരഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ നമ്മുടെ കഥ നക്ഷത്രങ്ങൾ ചിരിക്കുന്നതിനെക്കുറിച്ചാണ്. ഭൂമിക്ക് പുതപ്പ് നൽകാനായി ഒരു കാട് തന്നെ നിർമ്മിച്ചു നൽകിയ മനുഷ്യൻ്റെ കഥ. കരിപ്പൂർ സ്വദേശി മുസ്തഫ ചെങ്കൽ കോറിക്കാർ ഉപയോഗിച്ച് ഉപേക്ഷിച്ച സ്ഥലം വിലക്ക് വാങ്ങിയാണ് മുസ്തഫ കാട് നിർമ്മിച്ചത്. കരിപ്പൂർ സ്വദേശി മുസ്തഫ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കുകയാണ്. പാരിസ്ഥിതിക പ്രത്യാഘാതമുണ്ടാക്കുന്ന ചെങ്കൽമട തന്നെ വിലക്കെടുത്ത് മുസ്തഫ അവിടെ ഒരു വിശാലമായ കാടുണ്ടാക്കി, കാട്ടരുവി ഉണ്ടാക്കി, കുളങ്ങളുണ്ടാക്കി. അങ്ങനെ പ്രകൃതി ചൂഷണത്തിന് തിരഞ്ഞെടുത്ത തുരുത്തിൽ തന്നെ കാട് വളർത്തി വർഷങ്ങളോളം ചെങ്കൽ ഖനനം നടത്തി കുഴിഞ്ഞുപോയ സ്ഥലമാണ്. അപൂർവ സസ്യങ്ങളുടെ കലവറയാണിപ്പോൾ ഈ ചെങ്കൽ തുരുത്ത്. പച്ചപ്പിൻ്റെ മേലാപ്പ് ചൂടിയ ആരണ്യകം. ഋതുഭേദങ്ങളിൽ കിളികളും തുമ്പിയും മുയലുകളും അണ്ണാറക്കണ്ണനുമൊക്കെ ഇവിടെ വിരുന്നെത്തുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണഗതിയിൽ പണ്ട് കേരളത്തിലുണ്ടായിരുന്ന ഇത്തരം 100ഓളം സസ്യങ്ങൾ വളരുന്നുണ്ട് ഇപ്പോഴിവിടെ. പക്ഷികളും ചിത്രശലഭങ്ങളും മാത്രമല്ല, പാമ്പുകളുമുണ്ട് ഈ കൊച്ചുവനത്തിൽ. നാൽപ്പതിനം മുളകളാൽ സമ്പന്നമാണ് മുസ്തഫയുടെ കാട്. 2 ഏക്കർ പൂർണ്ണമായും ഘോരവനമായി നിലകൊള്ളുന്നു. ഘോരവനങ്ങളുടെ നിഗൂഢതയിൽ അഭിരമിക്കുന്ന ജീവികളേറെ ഇവിടെയുണ്ടെന്നാണ് മുസ്തഫ പറയുന്നത്. പാറക്കെട്ടുകളെ തഴുകിയുണർത്തി കാട്ടരുവികൾ സുഗമമായി. 2 നീന്തലിനായി ദിനവും ആളുകളെത്തുന്നുമുണ്ട്. പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ ചെറുകുളങ്ങളും. മുസ്തഫയുടെ 4 വർഷത്തെ കഠിന പ്രയത്നമാണ് ഈ കാട്. ചെങ്കൽ ഖനനത്തിന് പേരുകേട്ട നാടാണ് കരിപ്പൂർ. ഖനനം നടത്തി കുഴിഞ്ഞമർന്നുപോയ 5 ഏക്കർ സ്ഥലം 30 ലക്ഷം രൂപയ്ക്ക് മുസ്തഫയ്ക്ക് കിട്ടി. പിന്നെ കൈമെയ് മറന്നു ജീവിക്കുന്ന മുസ്തഫയുടെ കാടിനോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ കോഴിക്കോട് മത്സ്യ മാർക്കറ്റാണ്. ഈ മാർക്കറ്റിലെ ഒരു കലാകാരനെ പരിചയപ്പെടുത്തുകയാണ് പത്തേമാരി. 30ഓളം സിനിമകളിൽ അഭിനയിച്ച മാർക്കറ്റിന്റെ സ്വന്തം സൂപ്പർ സ്റ്റാർ ഗഫൂർ ഖാൻ. യെസ് യുവർ ഓണർ എന്ന ചിത്രത്തിൽ വേഷമിട്ട ആ ഡ്രൈവർ ഭാസ്കരനാണ് ഈ ഇരുന്ന് തൊഴിലെടുക്കുന്ന മീൻകാരൻ ഗഫൂർ. ബാലേട്ടൻ, ബസ് കണ്ടക്ടർ വേഷം ഉൾപ്പെടെ 30ലേറെ സിനിമകളിലും 10 സീരിയലുകളിലും ചെറുതല്ലാത്ത വേഷം ചെയ്തിട്ടുണ്ട്. അപ്പൊ അബൂ സർക്കാരിന് വേണ്ടി ഒരു ആർട്സ് നാടകം എഴുതിയിരുന്നു. അത് സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുതിരട്ടം പപ്പുവിൻ്റെ അടുത്ത് പോകുന്നത്. അങ്ങേരാണ് കുതിരട്ടം പപ്പുവിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നതും. ഈ അബൂ സർക്കാർ കാരണമാണ് ഞാൻ സിനിമയിലേക്ക് വരാനുണ്ടായ കാരണം. ഈ വിനുവിനെ പരിചയപ്പെടാനും മറ്റേ കുതിരട്ടം പപ്പുവിനെ പരിചയപ്പെടാനും അങ്ങേരാണ്. പിന്നെ ഇയാൾ സിനിമയിലേക്ക് കൊള്ളാമെന്ന് അറിഞ്ഞങ്ങാണ്ട് VM ബിനുവിനെ പരിചയപ്പെടുത്തിയതും VM ബിനു കണ്ട് വിനു സാർ എന്നെ പിന്നെ ചെയ്യുന്ന ആകാശത്തിലെ പറവുകളിലേക്ക് എന്നെ ക്ഷണിച്ച് അതിൽ നല്ലൊരു ത്രൂ ഔട്ട് വേഷം എനിക്ക് തന്നു. നല്ലൊരു കഥാപാത്രം തന്നെ. പിന്നെ വിനു സാറ്, പിന്നെ ഹരിദാസ്,
സുധീഷ് ശങ്കർ, KP സുനിൽ, ഇവരെല്ലാവരും ഇപ്പം ഹരിദാസ് സാറ് തന്നെ പുതിയൊരു പ്രോജക്റ്റ് ഉണ്ട് തമിഴ് പടത്തിൽ, അതിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഗഫൂർമാർ ജോലി നോക്കുന്ന മത്സ്യ മാർക്കറ്റിലെത്തി ഗഫൂറിനെ അന്വേഷിച്ചാൽ തിരികെ എത്തുന്ന ചോദ്യം സിനിമാ നടൻ ഗഫൂറിനെ ആണോ തിരയുന്നതെന്നാണ്. അതാണ് ഇദ്ദേഹത്തിന് ഇന്ന് സഹപ്രവർത്തകർക്കിടയിലെ സ്ഥാനം. നാടകകലയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് മത്സ്യത്തൊഴിലാളികളുടെ സ്വന്തം ഗഫൂറിനെ സിനിമയിലെത്തിച്ചത്. എനിക്ക് സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം 2-3 സിനിമ കണ്ട ടൈം ഉണ്ടായി. എനിക്ക് അപ്പോഴും ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഒരുപാടുണ്ടായിരുന്നു. ദൈവാധീനം അവിടെ കൊണ്ടെത്തിച്ച് എൻ്റെ ഒരു ആഗ്രഹം പോലെ. യെസ് ഓണറിലെ ഡ്രൈവർ ഭാസ്കരൻ, ആകാശത്തിലെ പറവകളിലെ മമ്മദ് എന്ന് പറഞ്ഞ കഥാപാത്രം, പിന്നെ മമ്മൂട്ടിൻ്റെ കൂടെ വേഷത്തിൽ അഭിനയിച്ചത്, പിന്നെ സൂര്യനിലെ പലിശക്കാരൻ വില്ലനായിട്ടുള്ള അതൊന്നും എനിക്ക് എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു വേഷമാണ്. എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് VM ബിജു. കോഴിക്കോട് പൊക്കുന്ന് സ്വദേശിയായ ഗഫൂറിന് സിനിമ വലിയ വരുമാനമൊന്നും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ ആ പഴയ തൊഴിലിനെയാണ് ഇന്നും ആശ്രയിക്കുന്നത്. മകൻ ഇർഷാദും ജോലിയിൽ സഹായിക്കാനായി പിതാവിനൊപ്പം മാർക്കറ്റിലുണ്ട്. ഭാവിയിൽ നല്ല ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യണമെന്നതാണ് ഈ കലാകാരന്റെ ആഗ്രഹം. ഫാദർ സുഖമില്ലാതായപ്പോൾ പിന്നെ ഞങ്ങൾ 9 മക്കളാണ്. അപ്പം ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഈ ഫീൽഡിലേക്ക് വളരെ ചെറുതാകുമ്പോൾ തന്നെ ഇറങ്ങേണ്ടി വന്നു, ആ കുടുംബം പോറ്റാനും വേണ്ടി. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട കുടുംബമാണ്. ഇപ്പോഴും സ്വന്തമായിട്ട് വീടും കാര്യമൊന്നുമില്ല. ഇത് എനിക്ക് എൻ്റെ ജീവിതമാർഗം ഇതാണ്, എൻ്റെ അരി ഇതാണ്. ഞാൻ എൻ്റെ മക്കളെ പോറ്റുന്നു, എൻ്റെ കുടുംബവും ജീവിക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഒഴിവാക്കി ഇനി ഞാൻ എത്ര വലിയ ആളായാലും ഇത് ഞാൻ ഒഴിവാക്കും. ഇത് തുടർന്നുകൊണ്ട് 1970-കൾ സ്ത്രീകൾ, പ്രത്യേകിച്ചും മുസ്ലിം സ്ത്രീകൾ, ബിസിനസ്സിലൊന്നും സജീവമല്ലാതിരുന്ന കാലം. കോഴിക്കോട് മിഠായി തെരുവിൽ വിജയകരമായി ടെക്സ്റ്റൈൽസ് ബിസിനസ് നടത്തി 30 വയസ്സുകാരി മുംതസ്. സ്ത്രീകൾ കച്ചവടത്തിനിറങ്ങുന്നത് മതബോധത്തിനെതിരാണെന്നുള്ള ഉപദേശമെല്ലാം മറികടന്നാണ് മുംതസ് മുന്നോട്ട് പോയത്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഇപ്പോൾ മുംതസിന്റെ കട അടച്ചുപൂട്ടേണ്ടി വന്നിരിക്കുകയാണ്. ഈ സങ്കടത്തിലാണ് ഇന്ന് മുംതസ്. അല്ല, സ്ത്രീക്കെല്ലാം എല്ലാവരും ചെയ്യുമ്പോൾ എല്ലാം ചെയ്യാൻ കഴിയും. പുരുഷന്മാരെ പോലെ തന്നെ ചെയ്യും. ആരോഗ്യം കൊണ്ട് ചിലപ്പോൾ കുസ്തി പിടിച്ചാൽ ജയിക്കൂലായിരിക്കും, പക്ഷെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്ത്രീക്ക് പറ്റും. കണ്ണൂരിൽ നിന്നെത്തിയ TK മെഹമ്മൂദ് 1911 കോഴിക്കോട് മിഠായി തെരുവിൽ തുടങ്ങിയതാണ് TK ടെക്സ്റ്റൈൽസ്. പിതാവിന്റെ മരണത്തെ തുടർന്ന് 1976 മുംതസ് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയത്. അന്നു മുതൽ മുംതസാണ് TK ടെക്സ്റ്റൈൽസിന്റെ മുതലാളി. അന്ന് ഫാദർ പറയും, ഫാദർ തുടങ്ങുന്ന കാലത്ത് കോഴിക്കോട് ആകെ 4 തുണി ഷോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു ഷോപ്പാണ് TK. അപ്പം ഫാദർ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് മരിച്ചത്. അന്ന് ഷോപ്പിൽ നിന്ന് രാത്രി വന്നതാണ്. രാവിലെ 7 മണിക്കാണ് മരിച്ചത്. 68 മരിച്ചത്. അപ്പോൾ എനിക്ക് ബ്രദേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫാമിലി ഷോപ്പായിട്ട് അത് നടത്താൻ ഉദ്ദേശിച്ചു. പക്ഷെ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഓരോ ഇതിലാണ്. ഒരു മാനേജറെ വെച്ചിട്ടാണ് നടത്താൻ വിചാരിച്ചത്. ബിസിനസ് അത്ര സക്സസ് ആയില്ല. അപ്പോൾ 76 ബ്രദേഴ്സൊക്കെ പിരിഞ്ഞ് നീ നടത്തിക്കോന്നും പറഞ്ഞ് എനിക്ക് അങ്ങനെ. പിന്നെ ഞാനപ്പം എനിക്കത് നടത്തണം എന്നുള്ളൊരു മുൻ പരിചയമൊന്നുമില്ല. പക്ഷെ എനിക്ക് മനസ്സിൽ ഫാദറെ ഷോപ്പ് നിലനിർത്തണം, അത് നന്നാക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥ വന്നൊരു അങ്ങനെ ബിസിനസ്സിൽ നല്ല ഇൻവോൾവ് ആയിട്ട് ഞാനവിടെ ഇരുന്നു. പൊതു ഇടങ്ങളിലേക്കുള്ള സ്ത്രീകളുടെ വരവിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ഇപ്പോഴും സമൂഹം തയ്യാറായിട്ടില്ല. അപ്പോഴാണ്
1976 മുംതാസ് മിഠായി തെരുവിൽ ബിസിനസ്സുകാരിയായി എത്തിയത് ചിലർക്ക് കൗതുകമായിരുന്നു. മറ്റു ചിലർ മതോപദേശങ്ങളുമായി എത്തി. കടയിലെത്തിയ ഒരാളുടെ ഉപദേശം പശ്ചാത്തപിച്ചു മടങ്ങാനായിരുന്നു. സ്ത്രീ കച്ചവടം ചെയ്യാൻ പാടില്ല, മതവിരുദ്ധമാണ്, ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്ത് മടങ്ങണമെന്നായിരുന്നു ഉപദേശം. തലയിലൊക്കെ ഇട്ടിട്ടായിരുന്നു ഇരിക്കുക. അപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ തുറച്ചു നോക്കും. കാരണം ഒരു മുസ്ലിം സ്ത്രീ, ഹിന്ദു സ്ത്രീകൾ വരെ ബിസിനസ് ചെയ്യാത്ത കാലമാണ്. അന്നൊരു മുസ്ലിം സ്ത്രീ ഇരിക്കുന്ന കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ എന്നോട് ഷോപ്പിലുള്ള സ്റ്റാഫ് തന്നെ പറഞ്ഞു, ഉമ്മ തലയിലിടണ്ട, തലയിൽ. അങ്ങനെ പിന്നെ ഞാൻ പുതക്കലാക്കി മാറ്റി. കാരണം നോക്കുന്നത് മുസ്ലിം ആരാണ് ഇത്ര ഇതെന്ന്. ഒരു പ്രാവശ്യം ഒരു പ്രായമുള്ള ഒരാൾ കടയിൽ സാധനം വാങ്ങാൻ വന്നു. എന്നിട്ട് സ്റ്റാഫിനെ അയച്ച് ചോദിച്ച്, എനിക്കൊന്ന് സംസാരിക്കാൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അവർ സംസാരിച്ചോട്ടെ, ഒരു സ്റ്റൂൾ ഇട്ട് കൊടുക്കുക. അവിടെ സ്റ്റൂൾ ഇട്ട് കൊടുത്ത് കുറച്ച് പ്രായമുള്ള ആൾ, അയാൾ ഇരുന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം. തൗബ എന്ന് വെച്ചാൽ മാപ്പ്, അള്ളാഹിനോട് മാപ്പ് പറഞ്ഞിട്ട് മടങ്ങണമെന്ന്. ഞാൻ എതിരൊന്നും പറഞ്ഞില്ല, പ്രായമുള്ള മനുഷ്യരില്ല. അയാൾ പറഞ്ഞു പോയി. പക്ഷെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ബിസിനസ് പഠിച്ചവന് അനുഗ്രഹം ഉണ്ടാവും, ഫാദർ അനുഗ്രഹം എന്താ അറിയില്ല. എന്തായാലും ബിസിനസ് നന്നായി നടന്നു. പിന്നെ എനിക്ക് നന്നാക്കണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. കച്ചവടം തുടങ്ങുന്നതിന് മുന്നേ തന്നെ മുംതാസ് സ്വന്തമായി കാർ ഓടിച്ച് യാത്ര ചെയ്യുമായിരുന്നു. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതൊക്കെ കാറിലാണ്. അതിനു മുമ്പ് ഉപ്പയുടെ കൂടെ ബൈക്കിന് പിന്നിലിരുന്ന് സഞ്ചരിച്ചു. അക്കാലത്ത് അതും നാട്ടുനടപ്പല്ലായിരുന്നു. ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ച് ഇമാം പെൺകുട്ടികൾ ബൈക്കിന് പിന്നിൽ യാത്ര ചെയ്തു വരുന്നതിന്റെ മതവിരുദ്ധതയെപ്പറ്റി വിശ്വാസികളെ ബോധവത്കരിച്ചതൊക്കെ മുംതാസ് ഓർക്കുന്നു. 72 ഞാൻ ഡ്രൈവ് ചെയ്യുമായിരുന്നു. അന്ന് മുസ്ലിം സ്ത്രീകൾ ആരും ഡ്രൈവ് ചെയ്യാത്തൊരു കാലമായിരുന്നു. അന്നും എല്ലാവരും നോക്കുമായിരുന്നു. അന്ന് എൻ്റെ മക്കളെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും കൊണ്ടാക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്, സെൻറ്റ് ജോസഫ്സിൽ. അപ്പോൾ അന്നും അതുപോലെ ആരും ലേഡീസ് തന്നെ കുറവാണ്, മുസ്ലിം സ്ത്രീകൾ ആരും ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ അന്ന് ഞാൻ ഡ്രൈവറൊന്നും വെച്ചിട്ടില്ല, ഞാൻ തന്നെ വരും കൊണ്ടാക്കും. അന്ന് ഷോപ്പിൽ ഇരുന്നിട്ടില്ലല്ലോ, 72-ലല്ലേ, പിന്നെ 76-ലാണ് ഇരുന്നത്. അന്ന് പള്ളിയിൽ ഞാൻ നിസ്കരിക്കാൻ പോയ പള്ളിയാണ്. പ്രസംഗത്തിൽ പറഞ്ഞ് ഇപ്പോൾ ഓരോരുത്തർ സ്കൂട്ടറിൻ്റെ വഴി കയറി പോകുന്നു. ഇപ്പോൾ പറഞ്ഞിട്ട് വരെ സ്കൂട്ടറിൻ്റെ പിന്നിൽ കയറി പോകുന്നു. കാലം മാറി. ഞാൻ എപ്പോഴും ഓർക്കും, അയാൾ പള്ളിയിൽ നിന്ന് പറയേണ്ട ഒരാവശ്യമില്ല. പക്ഷെ എന്നിട്ട് പോലും പറഞ്ഞിരുന്നു, ഇന്നിപ്പോൾ എല്ലാ മുസ്ലിം സ്ത്രീകളും പോകുന്നുണ്ട്. കാരണം സൗകര്യം നോക്കിയിട്ടാണ് പോകുന്നത്. നല്ല തുണികൾ തേടി മുംബൈയിലും കൊൽക്കത്തയിലും ബനാറസിലുമെല്ലാം മുംതാസ് തന്നെ പോയി. രാത്രി വൈകിയും കട തുറന്ന് പ്രവർത്തിച്ചു. ബിസിനസ് നന്നായി നടന്നു, നല്ല ലാഭവുമുണ്ടായി. ഞാൻ രാവിലെ തന്നെ പോകുമായിരുന്നു ഷോപ്പിൽ. ഉച്ചക്ക് ഊണ് കഴിച്ചിട്ട് പിന്നെയും പോകും. രാത്രി കട അടക്കുന്നവരെ നിൽക്കും. അന്ന് നല്ല തിരക്കായിരുന്നു. ചിലപ്പം 9 മണിക്ക് അടക്കേണ്ട ഷോപ്പ് ചിലപ്പോൾ 10, 11, 12 ആവും. അത് തിരക്കുകൊണ്ടല്ല, ഈ സാരികളൊക്കെ മടക്കി വെച്ചിട്ടേ വരുള്ളൂ, നിവർത്തിയിട്ടിട്ട് വരില്ല. അപ്പോൾ ഇതൊക്കെ മടക്കി തീർക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. പിന്നെ സ്റ്റാഫിനൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കും, ഓട്ടോല്ലോ എന്തിനേയും പോയിക്കോന്ന് പറഞ്ഞിട്ട് ബസ്സിൻ്റെ സമയം കഴിഞ്ഞാൽ. അങ്ങനെ ഒരു തൃപ്തിയായിരുന്നു ബിസിനസ്സിൻ്റെ കാര്യത്തിൽ. നല്ല ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ഞാൻ പർച്ചേസ് ചെയ്യാനാണ്, പ്രൈസ് അടിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. വെറുതെ ഒരു മിനിറ്റ് ഇരിക്കാൻ സമയമില്ലായിരുന്നു. കാരണം എപ്പോഴും എന്തെങ്കിലും ആയിട്ട് വർക്ക് ഉണ്ടാവും. അപ്പം അത് സന്തോഷത്തോടെ ചെയ്യുക, അങ്ങനെ ഒരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല. ഇഷ്ടം കൊണ്ടായിരിക്കാം, ബിസിനസ് കിട്ടുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും സക്സസ് ആയിരുന്നു. ഇത്രയും വർഷത്തെ അനുഭവം വെച്ചിട്ട്. മെഹ്മൂദിലൂടെയും മകൾ മുംതസിലൂടെയും തലയുയർത്തി നിന്ന TK ടെക്സ്റ്റൈൽസിൽ നിന്ന് താഴെ വീണിരിക്കുകയാണ്. കടയൊഴിയണമെന്നാവശ്യപ്പെട്ട് ഉടമ കേസ് നൽകി. സുപ്രീം കോടതി എതിരായി വിധിച്ചതോടെ 100 വർഷത്തെ പഴക്കമുള്ള മിഠായി തെരുവിലെ TK ടെക്സ്റ്റൈൽസ് പൂട്ടി. ഫാദർ മരിക്കുന്നതിന് മുമ്പ് ഷോപ്പ് ചെറുതായിരുന്നു, പക്ഷെ ബാക്കിൽ കുറച്ച് മുറ്റം പോലെ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ജമ്മി അംസക്കോയ എന്ന് പറയും, ഇപ്പോഴത്തെ ജമ്മിയുടെ ഫാദറാണ്. അപ്പം മൂപ്പരോട് ചോദിച്ചു, ഇതൊന്നും ആ സ്ഥലം കൂടി കൂട്ടിയിട്ട് ഞങ്ങളൊന്ന് വലുതാക്കിക്കോട്ടെ, നിങ്ങൾ കാശൊന്നും ചിലവാക്കട്ടെ, ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ അയാൾ സമ്മതിച്ചു. അങ്ങനെ അയാളുടെ സമ്മതത്തോടു കൂടി ഞങ്ങൾ പണം മുടക്കി ഷോപ്പ് വീതി കൂട്ടാൻ പറ്റില്ല, അപ്പം ബാക്കിലോട്ട് കൂട്ടിയെടുത്തു. അപ്പോൾ അയാൾക്ക് റെൻറ്റും കൂട്ടിക്കൊടുത്തു. അപ്പം അയാൾ സമ്മതിച്ച്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അന്ന് ഈ മകൻ ഫോറിനിലായിരുന്നു. മൂപ്പര് മകൻ്റെ പേരിലേക്ക് മാറ്റി, അത് ഞങ്ങളറിയില്ല. എന്നിട്ട് മകന് സ്വന്തം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ പേരിൽ കേസ് കൊടുത്തു. അപ്പോൾ വക്കീൽ കേസ് നടത്തുമ്പോൾ പറഞ്ഞ് 1940 മുമ്പുള്ള കട ഒഴിപ്പിക്കാൻ പറ്റൂല, ഞങ്ങൾ മദ്രാസ് രജിസ്ട്രേഷനാണ്, അത്ര
അത്രയും പഴക്കമുണ്ടല്ലോ. നമ്മളെ വക്കീൽ പറയുന്നത് നമ്മൾ ജയിക്കും എന്നുള്ള മാതിരി തന്നെ പറഞ്ഞത്. പക്ഷെ കീഴ്ക്കോടതി എനിക്ക് സ്വന്തം തോന്നുന്നത് ശരിക്കും ഇത് വായിച്ചിട്ടില്ല. അത് തന്നെ ഒരു ഷോക്കായിപ്പോയി. കാരണം അങ്ങനെ വരില്ല എന്നുള്ള ഉറപ്പിലാണ്. അപ്പം നമ്മളെ വക്കീൽ തന്നെ പറഞ്ഞ് പിന്നെ ഹൈക്കോടതി പോയാലും എന്തായാലും നമ്മൾ ജയിക്കും. അങ്ങനെ നമ്മൾ ഹൈക്കോടതി പോയി. അപ്പം എൻ്റെ ഒരു നിഗമനം ഹൈക്കോടതി ജഡ്ജും വായിക്കാൻ മെനക്കെട്ടിട്ടില്ല. കെട്ടിക്കിടക്കുന്നുണ്ടാവും കേസുകൾ. അപ്പോൾ ഈ ആദ്യത്തെ ജഡ്ജിൻ്റെ ഇത് തന്നെ അവർ അപ്പോൾ അങ്ങനെ അതിലും പോയി. അപ്പോൾ നമ്മളെ വക്കീൽ പറഞ്ഞ് സുപ്രീം കോടതി പോയാലും എന്തായാലും 10-25 കൊല്ലത്തേക്ക് കേസ് എടുക്കൂല, നിങ്ങൾക്ക് ബിസിനസ്സും ചെയ്യാം, അത് അങ്ങനെ നീണ്ടു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ സുപ്രീം കോടതിയിലും കൊടുത്തു. പക്ഷെ അവർ പെട്ടെന്ന് കേസെടുത്ത് ഒഴിയണമെന്ന് വിധിയാക്കി. കോർട്ട് ഓർഡർ വന്നപ്പോൾ കോർട്ട് ഓർഡർ ആകുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും വല്ലാതെ ഫീൽ ചെയ്ത് തീരെ ഓർക്കാപ്പുറത്തുള്ളൊരു അടിയായിപ്പോയി. കാരണം ഒരിക്കലും സംഭവിക്കൂല എന്ന് വിചാരിച്ചതാണല്ലോ സംഭവിച്ചത്. അപ്പോൾ എനിക്ക് ആ ഷോപ്പിനോട് അത്രയും ഒരു ഇതായത് നിലനിർത്തണം, ഒന്നിലും ഞാൻ മരിക്കുന്നവരെങ്കിലും നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അതിലൊരു നല്ല വിഷമമുണ്ട്. ഇന്ന് കോഴിക്കോട്ടെ പേരുകേട്ട ടെക്സ്റ്റൈൽസുകളിൽ പലതും മുംതസിന്റെ മക്കളുടെയും ബന്ധുക്കളുടെയുമാണ്. എല്ലാവരും ബിസിനസ് പഠിച്ചത് മുംതസിൽ നിന്നാണ്. TK ടെക്സ്റ്റൈൽസ് പൂട്ടുകയെന്നത് അതുകൊണ്ടുതന്നെ എല്ലാവർക്കും വൈകാരിക പ്രശ്നവുമാണ്. അപ്പം എൻ്റെ ബ്രദേഴ്സിൻ്റെ മോനാണ് സാരികേന്ദ്രയും സിൽക്കി വെഡ്ഡിങ്ങും ഒക്കെ. അപ്പോൾ അവരും ഒക്കെ പണ്ട് ഇവിടെ വർക്ക് ചെയ്തവരാണ് എൻ്റെ കൂടെ. അപ്പോൾ അവർക്കൊക്കെ സെൻറ്റിമെൻ്റലായിട്ടൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ വിളിച്ചു ഇറങ്ങുമ്പം വെറുതെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. കാരണം ഒരു ഓർമ്മക്ക്. അപ്പോൾ ഞങ്ങൾ മകളുടെ അടുത്ത് UK പോകുമ്പം അവർ ക്യാഷിനൊക്കെ ഇരുന്നവരാണ്. അപ്പോൾ ഒരു ആ ഓർമ്മക്ക് വേണ്ടി ക്യാഷിനിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അവർ ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ ഫോട്ടോ ഒക്കെ എടുക്കൽ കഴിഞ്ഞിന്. കാരണം എല്ലാവർക്കും അതൊരു വിഷമമായിപ്പോയി. അങ്ങനെ മകളെ എഴുതിയിരിക്കുന്നത് എന്താണ് സാഡ് വീക്കെൻഡ് എന്ന് ഇത് അറിഞ്ഞപ്പം സൺഡേ. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റിമെൻ്റലായിട്ട് അവളെല്ലാവരോടും പറയുന്നു പറഞ്ഞു. എൻ്റെ ഗ്രാൻഡ് മദർക്ക് ഒരു ഷോപ്പുണ്ട്, 100 വർഷം കഴിഞ്ഞതാണ്. അപ്പോൾ അതെല്ലാവരോടും അങ്ങനെ ഒരു അഭിമാനമുണ്ട്. അപ്പം ലാഭമല്ല മോഹിക്കുന്നത്, ഫാദറെ നിലനിർത്താന്നുള്ളതാണ്. കാലത്തിന്റെ പരിമിതികളെ മറികടന്നാണ് മുംതസ് ബിസിനസ് നടത്തിയത്. പുതിയ കാലത്ത് ഒട്ടേറെ സ്ത്രീകൾ കോഴിക്കോട്ടും മറ്റ് നഗരങ്ങളിലും ബിസിനസ് നടത്തുന്നു. അവർക്ക് വഴിവെട്ടിയവരാണ് മുംതസിനെ പോലുള്ളവർ. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നവരെ അവഗണിച്ചുകൊണ്ടുതന്നെയാണ് കാലം മുന്നോട്ടു പോയതെന്ന് ഓർമ്മപ്പെടുത്തുക കൂടിയാണ് മുംതസ്.